Hello guys, it's me Rinz and welcome back to Rinz Vlogz. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുന്നത്. പല ആളുകൾക്കും അറിയാം. കണ്ടന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാഫ്റ്റിങ്ങിനെ കുറിച്ച് അറിയുന്ന ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷേ ഇതൊരു വ്യത്യസ്ത തരം ഒരു സംഭവമാണ്. ഞാൻ ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് അറിയാൻ ഇടയാക്കിയൊരു വഴി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു 6 മാസം മുൻപേ എൻ്റെ നാട്ടിലുള്ളൊരു ഫ്രണ്ട് ഇവിടെ ഞങ്ങളെ തൊട്ടടുത്തുള്ളൊരു മാവിൽ ഗ്രാഫ്റ്റിങ് ചെയ്തിട്ട് ഇപ്പോൾ പരിസ്ഥിതി ദിനം കഴിഞ്ഞ ആ ദിവസത്തിൽ അവനത് എടുക്കാൻ വേണ്ടി വന്നിരുന്നു. ഞാൻ അവൻ്റെ ആ ഒരു കഴിവ് അഭിനന്ദനാർഹം തന്നെയാണ്. അത് കണ്ടിട്ട് ഞാൻ അന്തം വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഈ ഗ്രാഫ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യാണ്, എന്താണ് ഗ്രാഫ്റ്റിംഗ്, ഒരുപാട് കാര്യങ്ങൾ നമുക്കും ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടത്. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലർക്കും ഇത് അറിയാത്തതുണ്ട്, എനിക്കറിയാം. അപ്പോൾ നമുക്കൊരു കിഡ്ലൻ ഗ്രാഫ്റ്റിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ പുഴ. വെള്ളമൊന്നുമില്ല, വറ്റി കിടക്കാണ്. അതുപോലെ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതാണ് കൂമ്പൻമല. കരുവാരകുണ്ടിൽ അധികം ആളുകൾക്കും അറിയുന്ന ഒരു സ്ഥലം തന്നെയാണ്, കൂമ്പൻമലയാണത്. അപ്പോൾ ഞങ്ങളുടെ പുഴയോരത്ത് എങ്ങനെയൊക്കെയോ ഉണ്ടായിട്ടുള്ള ഒരു മാവ്, ഈ മാവിലാണ് ഗ്രാഫ്റ്റിങ് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഫ്രണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഇതൊരു കുടിവെള്ള പദ്ധതിയായിരുന്നു, ഇപ്പോൾ ഉപയോഗിക്കാറില്ല. ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഈ മാവ് ഉണ്ട്, ഈ വലിയ മാവ്, ഈ മാവിലാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നേരെ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മൾ ഈ മാവിലാണ്. അപ്പോൾ ഇതിലൂടെ കയറി കുറച്ച് റിസ്ക്കുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിലൂടെ കയറിയിട്ട് ഈ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന കുടിവെള്ള പദ്ധതി ഇല്ലേ, അതിൻ്റെ മുകളിൽ ഒരു കൊമ്പുമേണ് ഈ ഗ്രാഫ്റ്റിങ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആരും എടുത്തുകൊണ്ടാവാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഗ്രാഫ്റ്റിങ്ങിൻ്റെ പരിപാടി എങ്ങനെ എന്താണെന്നുള്ളതൊക്കെ കാണാം. അതിന് മുമ്പ് അത് കൂടി കയറി വരൽ വല്ലാത്തൊരു റിസ്ക്കാണ് കേട്ടോ, ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണ്. ഇവിടുന്ന് അങ്ങോട്ട് വരണല്ലേ ടാങ്ക് നമുക്ക്. എന്താ ചെയ്ത ഈ ഇങ്ങനെ നേരെ വന്നാൽ മതിയോ? നേരെ പോന്നാ മതി. അതോ കിടക്കണോ? അങ്ങനെ പിടിച്ചു പോന്നോ, ഇങ്ങനെ വന്നാൽ മതിയോ? പോന്നോ കറക്റ്റ്. അങ്ങനെ നമ്മൾ എന്തായാലും ടാങ്കിന്റെ മുകളിലെത്തി. ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് ആ മാവ് എന്ന് പറയുന്നത്. ബാക്കൊക്കെ കണ്ടെങ്കിൽ ഇത് പുഴയാണ്, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പുഴയാണ് കേട്ടോ. ഇത്രയും റിസ്ക് എടുത്ത സ്ഥലത്ത് കൂടെ കേട്ടോ ഞാൻ വന്നത്. ഇതുണ്ടെങ്കിൽ ഈ താഴ്ന്ന് കയറി വന്ന് മുകളിലെത്തി. ഇപ്പോൾ നമ്മളുള്ളത് ടാങ്കിൻ്റെ മുകളിലാണ്, ആ കുടിവെള്ള പദ്ധതിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് പുഴയാണ്, ഈ സൈഡ് പുഴയാണ്. ഇവിടെ ഫുള്ള് മരങ്ങളാണ് കേട്ടോ, ഈ സൈഡ് ഫുള്ള് മരങ്ങളാണ്. വേറൊരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കത്തിയെടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഞങ്ങൾ കത്തിയെടുക്കാൻ മറന്നുകൊണ്ട് ഇവിടെ പുഴയിൽ കുളിക്കണ ഒരാളുണ്ടായിരുന്നു കേട്ടോ, ഓലെ മകനുണ്ടായിരുന്നു. ഓനോട് ഞങ്ങൾ പറഞ്ഞൊരു കത്തി കൊണ്ടുവരാം. അങ്ങനെ നമ്മളെ ചെക്കൻ നമുക്കൊരു ഹെൽപ്പ് ചെയ്ത് തന്നിരിക്കുകയാണ്. കത്തിയിട്ട് കുട്ടാ ഏലേജ് വരുന്നേ നിൽക്കേ ഇടല്ലേ കേട്ടോ, ഇടല്ലേ. പിന്നെ നല്ല കാനുണ്ടല്ലേ, എനിക്ക് ഇങ്ങോട്ട് ഇട്ടാ എത്തുമോ? എന്നിട്ടോ റെഡി, 1 2 3. താങ്ക് യു. എവിടെ നിന്നോ കത്തിപ്പോ കൊണ്ടോയിക്കോട്ടോ. നമ്മൾ ഗ്രാഫ്റ്റിംഗ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇവിടെയാണ്. ഏകദേശം ഒരു 41 ദിവസമാണ് നമുക്ക് ഈ ഒരു ഗ്രാഫ്റ്റിങ്ങിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ. 41 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിത് ചെയ്ത് വെച്ചത് എടുക്കേണ്ടത്. പക്ഷേ ഈ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് ഡിലേ ആയി. ഇപ്പോൾ ഏകദേശം ഒരു 6 മാസം കഴിഞ്ഞിട്ടുണ്ട് നമ്മളിത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ കണ്ടോക്കി ഇതെങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഈ ഒരു കൊമ്പിലാണ് ഗ്രാഫ്റ്റിംഗ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഗ്രാഫ്റ്റിംഗ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാണ്. അതായത് നമ്മൾ ഇപ്പോൾ ഈ ഒരു മാവിലാണ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ മാവിൻ്റെ സകല ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള മറ്റൊരു മാവ് നമ്മൾ ബിൽഡപ്പ് ചെയ്തെടുക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. ഇപ്പോൾ സകല ഗുണങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലുണ്ടാകുന്ന അതേ മാങ്ങ ആയിരിക്കണം. ഈ മാവിലുള്ള മാങ്ങ ഒരു കോമാങ്ങയാണ്, നല്ല അടിപൊളി മധുരമുള്ള മാങ്ങയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ ചെയ്തിട്ടുള്ളത്. നമ്മളെ തൊട്ടപ്പുറത്ത് വേറെ ഒന്നുണ്ട്, അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് കൂടി നമ്മൾ ചെയ്തിട്ടില്ല. ഇത് ചെയ്തു വെച്ചിരിക്കുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടറിയാം, ഈ ഒരു കൊമ്പിലാണ് ഇത് ചെയ്ത് വെച്ചിട്ടുള്ളത്. കണ്ടില്ലേ, ഈ ഒരു കൊമ്പിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു
കുപ്പിയാണ്. ഈ ഫിസ് ഇല്ലേ, ഫിസിൻ്റെ ഒക്കെ ഒരു കുപ്പിയാണിത്. ചെറിയൊരു കുപ്പി, അധികം വലിപ്പമൊന്നുമില്ലാത്ത സൈസ് കുപ്പി. ഇതിനകത്ത് ചകിരിത്തൊപ്പാണ്. ചകിരിത്തൊപ്പ് നിറച്ച് വെച്ചിട്ട് ഈ ഫിസിൻ്റെ കുപ്പിൻ്റെ ഉള്ളിൽ നിറച്ച് വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ വേര് പിടിച്ചിട്ട് ഈ മരത്തിൽ എന്തൊക്കെ ഗുണങ്ങളാണുള്ളത്, ഇതിലേത് കായാണ് ഉണ്ടാവുന്നത്, അതേ രൂപത്തിൽ ഏകദേശം ഒരു 3-4 വർഷം കൊണ്ട് നമുക്ക് നല്ല അനുകൂല സാഹചര്യങ്ങളും നല്ല കാലാവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3-4 വർഷം കൊണ്ട് കായ്ക്കുന്ന രൂപത്തിലുള്ള ഒരു മാവായിട്ട് ഇത് ഭാവിയിൽ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടു കൂടിയാണ് നമ്മൾ ഈ ഗ്രാഫ്റ്റിങ്ങോടെ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കിത് കട്ട് ചെയ്യാം. പിന്നെ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാകാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ചെയ്ത് കാണിച്ചു തരാം, എങ്ങനെയാണ് നമ്മൾ ഈ ഗ്രാഫ്റ്റിങ് ചെയ്യുക എന്നുള്ളത്. ഒരു ഉദാഹരണം ചെയ്ത് കാണിച്ചു തരാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് ഈ മാവിൻ്റെ ഒരു കൊമ്പാണ്, കണ്ടില്ലേ? ഇതിങ്ങനെ ഒരു കൊമ്പ്, ഇവിടെ നിങ്ങളുടെ 2 കൊമ്പ് വേറെ പോകുന്നു. അപ്പോൾ നമ്മളിതിൻ്റെ ഇവിടെ ഒന്നിങ്ങനെ കട്ട് ചെയ്യാം, ഏകദേശം ഒരു ഇവിടെയും കൂടെ കട്ട് ചെയ്യാം. ഓക്കെ, കട്ട് ചെയ്തിട്ട് ഇത്രയും സ്ഥലത്തെ തൊലി ഇതുപോലെ നല്ലോണം ചെത്തിക്കളയാം. പരിപൂർണമായിട്ടും ഈ ഒരു തൊലി നമ്മൾ എന്ത് ചെയ്യുക, ചെത്തിക്കളയാം, നല്ലോണം ചെത്തിക്കളയണം കേട്ടോ. ചെത്തിക്കളഞ്ഞിട്ട് ഈ ഒരു കൊമ്പ് കണ്ടോ, അതിൻ്റെ ഈ കൊമ്പ് കാണുന്ന വിധത്തിൽ ആക്കി മാറ്റണം. ഓക്കെ, ഇതിപ്പോൾ ഉദാഹരണം ആയതുകൊണ്ടാണ് വലിയ വൃത്തിക്കൊന്നും ചെയ്യാത്തത്, അല്ലെങ്കിൽ നല്ലപോലെ ചെയ്തിരുന്നു. എന്നിട്ട് ഇങ്ങനെ കളഞ്ഞതിന് ശേഷം ഈ ഇത്രയും സ്ഥലത്ത് നമ്മൾ ചകിരിത്തൊപ്പ നനച്ചത്, അതായത് നല്ലോണം നനഞ്ഞ ചകിരിത്തൊപ്പല്ലേ, ചകിരിത്തൊപ്പ ഈ ഫിസ് പോലത്തെ ഈ ചെറിയ ബോട്ടിലാക്കിയിട്ട് ഇവിടെ ഇത്രയും സ്ഥലത്ത് നമ്മൾ ഈ കുപ്പി കണ്ടില്ലേ, ഈ കുപ്പി ചെയ്ത് വെച്ചാണ്ടല്ലേ, ഇതുപോലെ ഇവിടെ കുപ്പിയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ നമ്മൾ എന്ത് ചെയ്യും, കെട്ടിവെക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചകിരിത്തൊപ്പ, പുറത്ത് ഈ കുപ്പിയോ പ്ലാസ്റ്റിക് കുപ്പിയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ചകിരിത്തൊപ്പ സ്വാഭാവികമായിട്ടും നനവ് ഉണ്ടായതുകൊണ്ട് തന്നെ അതിൽ വേരിൻ്റെ ഉൽപ്പാദനം നടക്കും. അതായത് ഈ സെയിം മാവിൻ്റെ വേര് ഉൽപ്പാദനം നടക്കും. അപ്പോൾ ഉൽപ്പാദനം നടന്നതിന് ശേഷം ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 41 ദിവസമാണ്. 41 ദിവസത്തിനുള്ളിൽ ഇതിൽ വേര് പൊട്ടി മുളച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതാണ് പിന്നീട് ഒരു മരമായിട്ട്, അല്ലെങ്കിൽ ഈ സെയിം മാവ് ഒരു വൃക്ഷമായിട്ട് നമ്മൾ പിന്നീട് ഈ ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷം വേറൊരു സ്ഥലത്തേക്ക് മാറ്റി കുഴിച്ചിടാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ എന്ന രൂപത്തിൽ പറഞ്ഞുതരാണെന്നുണ്ടെങ്കിൽ ഗ്രാഫ്റ്റിംഗ് എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചത് കട്ട് ചെയ്തിട്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോയിട്ട് ഇത് നടാനുള്ള പ്ലാനാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയാണ് വേര് വന്നിട്ടുള്ളത്. വേര് ഇവിടെ വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയും. ക്യാമറ ഒന്ന് നോക്കാം, ഉണ്ടാവും. ഇത് കണ്ടോ, വേര് പൊട്ടിമുളച്ചത് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ വേരാണുള്ളത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഇത്ര ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഇവിടെ കട്ട് ചെയ്യാം കേട്ടോ. ഈ സ്ഥലത്ത് നമ്മൾ കട്ട് ചെയ്യാം. അങ്ങനെ നൈസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇത്രയും സ്ഥലത്താണ് നമ്മൾ ബെഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിങ്ങോട്ടേക്ക് എക്സ്ട്രാ ആണ്. അപ്പോൾ എന്തായാലും ഇത് നമുക്കിനി വേറെ ഒരു സ്ഥലത്ത്, അതായത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ നടാം. ഇൻഷാ അല്ലാഹ് 4 വർഷമാണ് മാക്സിമം ഇതിൻ്റെ ടൈം. നല്ലപോലെ കാലാവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ 4 വർഷത്തിന് ശേഷം നമ്മളൊക്കെ ഹയാത്തിലുണ്ടെങ്കിൽ, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇത് വളർന്ന് നല്ലൊരു മരമായിട്ട് എനിക്കൊരു വ്ളോഗും കൂടെ ഇതിൻ്റെ ചെയ്യണമെന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ അല്ല, സൗദിയിലാണോ അല്ലെങ്കിൽ ഞാൻ പുറത്താണെന്നുണ്ടെങ്കിലും കൂടി എൻ്റെ വീട്ടിലുള്ളവർ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തരും. ആ സമയത്ത് ഞാൻ ഇത് നിങ്ങളിലേക്ക് എത്തിക്കും, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ നമുക്കിത് നേരെ കൊണ്ടുപോയിട്ട് നടാൻ വേണ്ടിയിട്ട് പോവാം. സക്സസ്ഫുള്ളി നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചേർത്തേ കൊണ്ട വാ കൂട്ടാ, വാ വാ, അങ്ങോട്ട് വാ. കൊണ്ടാ, ഇനി ഇറങ്ങി വാ. എൻ്റെ പേരെന്താ? സൂരജിത്ത്. ഓൻ ആ പുഴയൊക്കെ കടന്നാണ്ടേ, ഓൻ്റെ വീട് പോയിൻ്റെ അക്കരെയാണ്. കത്തിയൊക്കെ കൊണ്ട് നമുക്ക് ഹെൽപ്പ് ചെയ്ത് തന്നാണ്. ഇപ്പോൾ ഇവിടെ കടയൊന്നുമില്ല, അല്ലെങ്കിൽ നമുക്ക് എനിക്കൊരു മുട്ടായൊക്കെ വാങ്ങിച്ചു തരായിരുന്നു അല്ലേ? നീ കട പറഞ്ഞാൽ എനിക്ക് മുട്ടായി വാങ്ങിച്ചു കേട്ടോ. ഒരു ഹായ് പറഞ്ഞടാ, ഒരു ഹായ് പറയേ. ആ ഓക്കെ, ബൈ. നീ നേരെ വിട്ടോ, ഓടിക്കോ. അപ്പോൾ അങ്ങനെ സാധനം ഇതാ നമ്മൾ വീട്ടിലെത്തിക്കാണ്. വീട്ടിലാണുള്ളത്. നമ്മളിവിടെ കുഴിച്ചിടാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത് പൊട്ടിക്കുന്നതും ഒക്കെ ഓരോ വിഷ്വൽസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ.
ഇത് പൊട്ടിച്ചിട്ട് ഇതുമ്മ വേര് മുളച്ച് വന്നതൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ആ സംഭവം നമ്മൾ കുഴിച്ചിട്ടിട്ടുണ്ട്. ആൾറെഡി കുഴിയൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ ഓവർ ലാഗ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കുഴിച്ചിട്ട് കാണിച്ചത്. ഇതുണ്ടോ വീടിൻ്റെ കുറച്ച് തൊട്ടടുത്ത് തന്നെ കുഴിച്ചിട്ടുള്ളത്. അത് അവിടെ തന്നെ കുഴിച്ചിട്ടിട്ടുണ്ട്. ഏകദേശം നമ്മളെ ഹൈറ്റൊക്കെ ആകുന്ന സമയത്ത് ഇത് കായ്ക്കുന്നില്ലതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇനി ഇത് കായ്ച്ചതിന് ശേഷം അല്ലെങ്കിൽ ഇതൊരു 4 വർഷത്തിന് ശേഷം ഇത് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു വീഡിയോ എടുത്തിട്ട് അതും കൂടെ നിങ്ങൾക്ക് എത്തിച്ചേരുന്നു. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് ആണ് അടുത്ത വീഡിയോ ചെയ്യാനുള്ള എൻ്റെ പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.